ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞങ്ങളും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. നല്ലൊരു ഗ്യാപ്പിന് ശേഷമാണല്ലേ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ആൻറ്റി വീഡിയോസൊന്നും കാണാത്തതെന്ന്. എന്ത് പറ്റി ഈ വീഡിയോ കാണുന്നില്ലല്ലോ ഷെമി, എന്ത് പറ്റി എന്നുള്ള ഇങ്ങനെ ഒരുപാട് ആളുകളുടെ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. ഒന്നുമില്ല, കുറച്ച് തിരക്കായി പോയതാണ്. ഇൻഷാ അല്ലാ അത് പറയാം. അതിനു മുമ്പ് ഈ ഒരു ആപ്പിൾ കണ്ടിട്ടുണ്ടോ? ഇത് വുഡ് ആപ്പിൾ എന്നാണ് പറയുന്നത്. എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. എന്തായാലും കായ്ച്ച് നിന്ന് കാണാൻ ഒരു കൗതുകം തോന്നുന്നുണ്ട്. അപ്പം ഇത് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റൊന്നും അറിയില്ല. ഇതിനെപ്പറ്റി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കഴിച്ച് നിന്ന് കാണാൻ നല്ല രസമാണ്. അപ്പോൾ നല്ല ഹെവി റെയിൻ സീസൺ ആയതുകൊണ്ട് നമുക്കത് വിധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ അത് പോയി പോവും. വേറെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എനിക്ക് അറിയാത്ത ഒരുപാട് ആളുകളുടെ നല്ല നല്ല മെസ്സേജുകളാണ് വരുന്നത്. നല്ല നല്ല പ്രാർത്ഥനകളുള്ള മെസ്സേജുകളും കമൻസുകളും ഒക്കെ വരുന്നുണ്ട്. ഞാൻ എല്ലാവരുടെയും കമൻറ്റ് വായിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. നമ്മളെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. എന്നും സുഖമായിട്ടിരിക്കാൻ പറ്റട്ടെ എല്ലാവരും. എന്തായാലും ഒരുപാട് പേര് ഇങ്ങനെ വീഡിയോ കാണാത്തതിനെ പറ്റിയൊക്കെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഫ്യൂഷൻ തലശ്ശേരി എന്ന് പറയുന്ന ഈ ഒരു ചാനലിന് ഒരുപാട് സന്തോഷം. നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനൊക്കെ വലിയൊരു ഹോപ്പായിരിക്കും ഇത്തരം കമൻറ്റുകളൊക്കെ വരുമ്പോൾ. മറ്റൊന്നുമല്ല, ഫാമിലിയിൽ ഒരുപാട് കല്യാണങ്ങളുണ്ട്. അതുകൊണ്ട് ദുബായിൽ നിന്ന് കുറച്ച് തിരക്കായിപ്പോയി. നാട്ടിലെത്തിയിട്ട് ഇപ്പം കുറച്ച് ദിവസങ്ങളായി. നാട്ടിൽ നിന്നും തിരക്കായിപ്പോയി. അതൊക്കെയാണ് കാരണം. ഇത് നമ്മുടെ തലശ്ശേരി നാഷണൽ ഹൈവേയിലാണ് നമ്മൾ വീട് വരുന്നത്. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ വേഗം ഗാർഡനിലെ വിശേഷങ്ങളാണ് നോക്കുക. എന്താ പറ്റി ഗാർഡനിക്ക്, എല്ലാം ഹെൽത്തി ആണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ റെയിൻ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല പ്രശ്നങ്ങൾ ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അകത്ത് ചെടികൾക്ക് ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, എന്നാലും പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ കുറച്ച് ദിവസം വീട്ടിലില്ലെങ്കിൽ തന്നെ തീർച്ചയായും ചെടികളൊക്കെ ഒരു വല്ലാണ്ടാവും. അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും നമ്മളെ കണ്ടില്ലെങ്കിൽ. അപ്പോൾ ചെടി നോക്കാൻ, ഗാർഡൻ നോക്കാൻ, വീട് നോക്കാനൊക്കെ ആയിട്ട് ആളുണ്ട് വീട്ടിൽ തന്നെ. പക്ഷെ ആരൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മളില്ലാത്തൊരു ബുദ്ധിമുട്ട് വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് വീട് വിട്ട് എങ്ങോട്ട് പോകാൻ തോന്നാത്തയും കൂടി ആളുകളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പം സാധാരണ കാലിക്കറ്റിൽ നിന്ന് നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്ത ആളുകൾ നമുക്ക് ആളുകളെ അയച്ച് തരാറുണ്ട് മെയിൻ്റനൻസ് നടത്താൻ വേണ്ടി. പക്ഷേ റെയിൻ സീസൺ ആയതുകൊണ്ടും അല്ലാണ്ടും അവരെ കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബിസിയാണ് അവർ. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ പുതിയൊരാളുകളെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് പേര് ഇൻസ്റ്റയിൽ ചെറിയ വീഡിയോസ് കണ്ടിട്ട് അവരെ നമ്പർ ചോദിച്ചിട്ടുണ്ടതിന്. എൻ്റെ കയ്യിൽ നമ്പറില്ല. തണൽ എന്ന് പറയുന്ന ഒരു നേഴ്സറിയിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത്. അതിനെപ്പറ്റി പറയാം. അപ്പോഴേക്കും കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്ത് വെക്കണം. അതാണല്ലോ വലിയ ടാസ്ക്. ഒക്കെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി ഞാൻ പറഞ്ഞ ആ ഒരു ടീം എത്തിയിട്ടുണ്ട്. നല്ല ഹെൽത്തിയായ ചെടികളാണ് അവിടെ ഉണ്ടാകാറ്. അപ്പോൾ അവിടെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. എന്താ പറയുക,
നല്ല ഹെൽത്തിയായ ചെടികളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രൈസൊക്കെ കൂടുതലാണ്. പക്ഷേ അവിടുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അത് പല വെറൈറ്റി ചെടികളുണ്ട്. അപ്പോൾ അവർ തന്നെ നമുക്ക് മെയിൻ്റനൻസ് നടത്താൻ വേണ്ടി ആളെയും കൂടി അയച്ചു തരുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. അവിടെ ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ വന്നിട്ട് ഈ പ്രാവശ്യം 2-3 ദിവസത്തെ മെയിൻ്റനൻസ് വർക്കാണുള്ളത്. സാധാരണ കാലിക്കറ്റ് നാൾ വന്നിട്ട് 1 വീക്ക് വീട്ടിൽ താമസിച്ചിട്ടാണ് അവർ മെയിൻ്റനൻസ് ചെയ്യാറ്. അപ്പോൾ അവർ വന്നപ്പോൾ അവരുടെ കൂടെ നമ്മളും കൂടി ഇറങ്ങി കുറച്ച് ചെടികൾ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി നമുക്കിഷ്ടപ്പെട്ട രീതിയിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ നമുക്കും നമ്മളെ ഗാർഡനുക്കും നമ്മളെ ചെടിക്കൊക്കെ ഒരു പ്രത്യേക സന്തോഷം. നമ്മളും കൂടി ഇറങ്ങണം. നമുക്ക് ഇറങ്ങി നമ്മളെന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരുപാട് ചെടികൾ നമ്മൾ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആരെങ്കിലും വെച്ച് നമുക്ക് ഗാർഡനൊക്കെ നോക്കുമ്പോൾ ഓക്കെ, പക്ഷേ നമ്മൾ തന്നെ ഇറങ്ങണം. അതാണ് ചെടികൾക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചെടികളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മനസ്സിലാവും ചെടികളുടെ ഒരു എനർജിയും നമുക്കുണ്ടാകുന്ന ഒരു എനർജിയും. അപ്പോൾ അത്തരം വർക്കൊക്കെ നടക്കുകയാണ്. അതിനിടയിൽ കുറച്ച് ഗസ്റ്റൊക്കെ വന്നു. ഗാർഡനിലിരുന്നിട്ട് നല്ല സ്പൈസി പഴംപൊരിയും ചായയൊക്കെ കുടിച്ചു. എനിക്ക് കൂടുതലും നല്ല നല്ല മെസ്സേജുകൾ വരുന്നുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. അതിൽ ജാസ്മിൻ റോസ് എന്ന് പറയുന്ന ഒരാൾ നല്ല മെസ്സേജുകൾ അയക്കാറുണ്ട്. വേറൊരു ജാസ്മിൻ എന്ന് പറയുന്ന ഒരാളും എന്താ ഇപ്പം നിങ്ങളെ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. ജാസ്മിൻ റോസ് എന്നുള്ള പേരും ജാസ്മിൻ എന്നുള്ള പേരൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള പേരുകളാണ്. അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട്, പലരുടെയും പേര് മറന്നുപോയി. അതേമാതിരി അധികവും മെസ്സേജ് ചെയ്യാറുണ്ട്, കമൻറ്റിലേക്കൂടി ചോദിക്കാറുള്ള ഒരാളാണ് ഫൗസിയ ഗഫൂർ. മാഷാ അല്ലാഹ്, നല്ല നല്ല കമൻസ്. അതുപോലെ തന്നെ അനീത അമീർ, അങ്ങനെ ഒരുപാട് ആളുകളുടെ നല്ല നല്ല കമൻറ്റുകൾ വരാറുണ്ട്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും മെസ്സേജുകൾ കമൻറ്റുകൾ ഇടുക, വളരെ സന്തോഷം. ഓരോ കമൻസിലും ഓരോ മെസ്സേജിലും ഒരുപാട് പ്രചോദനങ്ങളാണ് അല്ലേ. അങ്ങനെ വീണ്ടും വീണ്ടും ഇവർ ചെടീൻ്റെ ആളുകൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ്. കട്ട് ചെയ്ത ഉടനെ ഒരു 2-3 വീക്ക് വല്ലാതെ ഒരു ഡള്ളായിട്ട് തോന്നും നമ്മുടെ ഗാർഡൻ കാണുമ്പോൾ. ഇത്രയും കാട് പോലെ നിൽക്കുമ്പോൾ, കാടായിട്ടാണ് ഇവിടെ ഉണ്ടാകാറ്. അതാണ് നമ്മുടെ എൻജിനീയറുടെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ളത് ഇടയ്ക്ക് അത് വെട്ടി മാറ്റിയില്ലെങ്കിലും അത് ഒരുപാടങ്ങ് വളർന്നു പോകുമല്ലോ. അപ്പോൾ അത് വെട്ടി കഴിഞ്ഞ ഉടനെ ഭയങ്കരമായിട്ട് അതിൻ്റെ ഭംഗി അങ്ങ് കുറയുമ്പോൾ ഒരുമാതിരിയായിട്ട് തോന്നും. പക്ഷേ ഒരു 2-3 വീക്കിൽ അത് റെഡിയായി വരും. അപ്പം വീണ്ടും ഒരു പ്രത്യേക രസമായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ നല്ല കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ മരങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. അധികവും നല്ല കാറ്റുണ്ടാവും. അപ്പം വീട്ടിലിങ്ങനെ ഇരിക്കാനൊക്കെ ഭയങ്കര രസമായിരിക്കും. നമ്മൾ കഴിയുന്നതും എത്ര ചെറിയ പ്ലോട്ടാണെങ്കിലും ഒന്നുകിൽ ടെറസിലെങ്കിലും ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുക, ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ. അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആയാലും നമ്മൾ വെക്കുക. ഇൻഡോർ പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരുപാട് പോസിറ്റീവ് എനർജി വരുന്നൊരു കാര്യമാണ്. വല്ലാത്തൊരു വൈബാണത്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസ് കണ്ടിട്ട് 2 സ്റ്റെയർ കേസ് എന്തായിത്ത ഹാളിൽ നിന്ന് എന്നോട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു
ചെറിയ സ്റ്റെയർ കേസ് വന്നിട്ട് ഒരു മെസ്നൈൻ ഫ്ലോറിലേക്കുള്ള ഒരു എൻട്രിയാണ്. അതായത് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ലൈബ്രറിയും ഒരു ചെറിയൊരു വായിക്കാനുള്ളൊരു സെറ്റപ്പും അതുപോലെ തന്നെ ഒരു ഓഫീസ് മാതിരി ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തത്. ഈ ഒരു ഏരിയയിൽ ഇരുന്നിട്ട് മഴ കാണാനും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മഴ കാണാനും വെയിലായാലും കാറ്റായാലും ഒക്കെ ഭയങ്കര രസമാണ്. കാരണം നമ്മുടെ മരങ്ങളും ചെടികളൊക്കെ ഇങ്ങനെ വളർന്ന് വലിയ മരങ്ങളായി മാറുമ്പോൾ അതിൻ്റെ ഷെയ്ഡ് ഈ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇങ്ങനെ വരുമ്പോൾ അവിടെ കാറ്റിനൊരു പ്രത്യേക രസമായിരിക്കും, മഴയിലും ഒരു പ്രത്യേക രസമായിരിക്കും, വെയിലാണെങ്കിലും ഒരു പ്രത്യേക രസമായിരിക്കും. അപ്പോൾ ആ ഒരു ഏരിയയിലെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഒരിക്കൽ ചെയ്യാം കേട്ടോ, ഇൻഷാ അല്ലാ. ഇത് ബാക്ക് യാർഡാണ്, പാറ്റിയോയിൽ. അപ്പോൾ ബാക്ക് യാർഡിൽ വീഡിയോസ് ഞാൻ ഇടയ്ക്കൊന്നും ഇടാറുണ്ട്, വിശദമായിട്ട് ഞാൻ പിന്നെ ഇടാം. അപ്പോൾ ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ടും കൂടി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം. നല്ല രസമായിരുന്നു കല്യാണത്തിന് പോയിട്ട്. നമ്മുടെ കുറേ പഴയ ഫ്രണ്ട്സ്, നല്ല എന്താ പറയുക, നല്ല നല്ല രസങ്ങളുണ്ടാവും ചില കല്യാണം. നമ്മളെ ഉമ്മാൻ്റെ ഫ്രണ്ട്സ്, ഉപ്പാവൻ്റെ ഫ്രണ്ട്സ്, നമ്മളെ കുറേ റിലേറ്റീവ്സ് എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ. അങ്ങനെ എല്ലാവരെയും കണ്ടു, അൽഹംദുലില്ലാ. അപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കുറേ വീഡിയോസൊന്നും തിരക്കിലെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. അൽഹംദുലില്ലാ നല്ല രീതിയിൽ കല്യാണമൊക്കെ നടന്നു. അപ്പോൾ പിയാപ്ല വിരുത്തായി. നമ്മളെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളത് കാലിക്കറ്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ട്രിവാൻഡ്രം, കൊച്ചിൻ, തൃശ്ശൂർ. അപ്പോൾ അവരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ പിയാപ്ല എന്ന് പറയുന്ന പുതിയാപ്പിളയല്ലേ? തീർച്ചയായും പുതിയാപ്പിള തന്നെയാണ്. നമ്മൾ പിന്നെ കണ്ണൂർ ജില്ലക്കാർ, തലശ്ശേരിക്കാർ എന്തായാലും പിയാപ്ല എന്ന് തന്നെയാണ് പറയാറ്. പിയാപ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയാപ്ലാർക്ക് നമ്മളെ നാട്ടിലുള്ള ഒരു പവർ എന്ന് പറയുന്നത് അതിഭയങ്കര പവർ തന്നെയാണ്. നമുക്ക് പിയാപ്ല എന്ന് വിളിച്ചിട്ടുള്ള ശീലമാണ്, പുതിയാപ്പിള തന്നെയാണ്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ 2-3 ദിവസത്തെ വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ അടുത്ത ദിവസം ഒന്ന് റിലാക്സായി. പിന്നെ കുറേ ചായ പരിപാടികളുണ്ട്. പിന്നെ പിയാറ്റാറും പിയാപ്പിളയെല്ലാം നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ചായൻ്റെ പണികളൊക്കെ ഉണ്ട്. അതിൻ്റെ മുമ്പ് ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിക്കാനുണ്ട്. ഇത് ഞാൻ ഈ പ്രാവശ്യം ദുബായിൽ നിന്ന് വാങ്ങിയ, ഡബ്നാംസ് നിന്ന് വാങ്ങിയ ബെഡ്ഷീറ്റാണ്. അപ്പോൾ വേഗം തന്നെ പുതിയത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതൊക്കെ വിരിക്കുക, അങ്ങനെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത് വിരിക്കുക, പുതിയത്, അതുപോലെ തന്നെ പുതിയ പാത്രങ്ങളായാലും പുതിയ ഡിന്നർ സെറ്റാണെങ്കിലും ഒക്കെ വേഗം അത് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും വന്നു, ചായയൊക്കെ കുടിച്ചു. ലുക്കീമത്തും നല്ല റോളും നല്ല എന്താ പറയുക, കുറേ നമ്മളെ സ്നാക്സ്, തലശ്ശേരി സ്നാക്സൊക്കെ ഉണ്ടായി. അൽഹംദുലില്ലാ നല്ലൊരു ക്യാരറ്റ് പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബായ്.